ഓക്കെ, നമ്മളിന്ന് ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിലെ രണ്ടാമത്തെ പ്രോബ്ലം ചെയ്യുകയാണ്. നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ഒരു ടാൻ ഇൻവേഴ്സിലാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. അതിൻ്റെ സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ നിലവിൽ ടാൻ ഇൻവേഴ്സ് ഉണ്ട്, റൂട്ട് ഉണ്ട്, ബൈയുടെ മേളിലും താഴെ കാര്യങ്ങളുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കാണുന്ന പോലെ അത്ര പ്രശ്നമൊന്നുമില്ല. ഇവിടെ ഒരു ഐഡിയ അവർ എഴുതി തന്നിട്ടുണ്ട്. അവരെഴുതിയതല്ല, ഞാൻ എഴുതി തന്നതാണ്. കോസ് 2θ ഇക്വേഷൻ യൂസ് ചെയ്താൽ ഇതിനെ ചെറുതാക്കാൻ പറ്റുമെന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഇങ്ങോട്ട് പോകണം, കോസ് 2θ ബേസിലേക്ക് പോകണം, എന്നിട്ട് പോയി നോക്കണം. അപ്പോൾ ഇത് പോയി നോക്കുന്നതിന് മുമ്പ് നമ്മളിവിടെ ഒന്ന് രണ്ട് കാര്യം മനസ്സിലാക്കണം. ഒന്ന് 1 - cos θ 1 + cos θ നമുക്ക് വേണ്ടത്. എന്നിട്ട് ആ രണ്ടിനെ തമ്മിൽ ഡിവൈഡ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പം കോസ് 2θ ഇക്വേഷൻ ഒന്ന് പോയി നോക്കുക, നമുക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, കോസ് 2θ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. എത്ര ഇക്വേഷൻ ഉണ്ട് കോസ് 2θ? 1, 2, പിന്നെ 3, 4 ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഇത് രണ്ടെണ്ണം മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇനി ഇത് കോസിൽ തന്നെയുള്ള ഇക്വേഷൻ, ഇത് സൈനിലുള്ള ഇക്വേഷൻ, ഇനി ടാനിലുള്ള ഇക്വേഷൻ, അങ്ങനെ 3 ഇക്വേഷൻ ഉണ്ട്. അപ്പം കോസ് 2θ ഒരു 3 ഇക്വേഷൻ ഉണ്ട്. അതിലുള്ള ഇതാണ് കോസിൽ തന്നെ, കോസ് θ കോസിൽ തന്നെയുള്ള ഇക്വേഷൻ, പിന്നെ കോസ് θ സൈനിലുള്ള ഇക്വേഷൻ. ഇനി ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 2 cos² θ - 1 ആണ്. അപ്പം സ്ക്വയർ ഇല്ലാത്ത കോസ്, സ്ക്വയർ ഉള്ള കോസ് 1. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്ക് വേണ്ടത് എന്താണ്. ഒന്നെങ്കിൽ 1 - കോസ് അല്ലെങ്കിൽ 1 + കോസ്. ഈ -1നെ നമ്മൾ ഇപ്പുറത്തേക്ക് എടുത്താൽ കോസിൻ്റെ കൂടെ +1 എന്നാവില്ലേ? അതാണ് ഞാൻ തൊട്ട് താഴത്തെ സൈഡിൽ എഴുതിയിരിക്കുന്നത്. കോസ് 2θ + 1. കറക്റ്റ് അല്ലേ? അതെങ്ങനെയാണ് വന്നത്? ഈ -1 നമ്മൾ അപ്പുറത്തേക്ക് എടുത്താൽ +1 ആവും. അപ്പോൾ നിങ്ങൾ ഇതിന് മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ സ്ക്വയർ ഇല്ലാത്ത കോസിനാണ് വേണ്ടത്. സ്ക്വയർ ഇല്ലാത്ത കോസിൻ്റെ അടുത്ത് 1 വേണം. എന്താണ്? സ്ക്വയർ ഇല്ലാത്ത കോസിൻ്റെ അടുത്ത് 1 വേണം. ഒന്നെങ്കിൽ +1 വേണം, ഇല്ലെങ്കിൽ -1. ഓക്കെ, അപ്പോൾ സ്ക്വയർ ഇല്ലാത്ത കോസിൻ്റെ അടുത്ത് +1 വന്നു. ഓക്കെ, ഈ -1 അപ്പുറത്ത് നിന്നപ്പോൾ എന്തായി? +1 ആയി. കോസ് 2θ + 1. പക്ഷേ നമുക്കിവിടെ 2θ അല്ല വേണ്ടത്, തീറ്റയാണ് വേണ്ടത്. അപ്പോൾ നമ്മളിവിടെ തീറ്റ എന്ന് കൊടുത്താൽ ആൻസറിലും എന്ത് വേണം? ഇവിടെ എത്രയാണ് കൊടുക്കുന്നത് അതിൻ്റെ പകുതിയാണ് ഇവിടെ എഴുതേണ്ടത്. 2θയുടെ പകുതിയാണ് തീറ്റ, തീറ്റയുടെ പകുതിയാണ് θ/2. ഓക്കെ, നമുക്ക് കിട്ടി കോസ് θ + 1. അത് നമുക്ക് എന്ത് കിട്ടും? 2 cos² θ/2 എന്ന് എഴുതാം. നിങ്ങൾക്ക് ഇതെവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് നോക്കിയേ. 1 + cos θ നോക്കിയേ, 1 + cos x. ഇവിടെ തീറ്റയ്ക്ക് വരെ x ആണ് വന്നേക്കുന്നത്, കുഴപ്പമില്ല. അപ്പോൾ 1 + cos θ എന്ന് പറഞ്ഞത് താഴെ നമുക്ക് എഴുതാം. താഴെ നമുക്ക് എന്ത് ആൻസർ എഴുതാം? 2 cos² θ/2 എന്ന് ആൻസർ എഴുതാം. ആയില്ലേ? ഇനി മേളിൽ നമുക്ക് എന്താ വേണ്ടത്? 1 - ആണ് വേണ്ടത്. 1 - cos θ ആണ് വേണ്ടത്. ഓക്കെ, cos θയുടെ അടുത്ത ഇക്വേഷൻ എടുക്കുക, വളരെ സിമ്പിളായിട്ട് സോൾവ് ചെയ്യുക. ഓക്കെ, ഇവിടെയാണ് കോസ്, ഇവിടെയാണ് 1. നമുക്ക് സ്ക്വയർ ഇല്ലാത്ത കോസും 1ഉം അടുത്തടുത്താണ് വേണ്ടത്. ഇത് സ്ക്വയറുള്ള ടേം, ഈ ടേമിനെ അപ്പുറത്തോട്ട് മാറ്റി വയ്ക്കുന്നു. അപ്പോൾ ഇത് മൈനസ് എന്നുള്ളത് അപ്പുറത്ത് ചെല്ലുമ്പോൾ +2 sin² θ. കണ്ടോ? +2 sin² θ. ഇനി ഇവിടെ ഇത് പ്ലസ് ആയിരുന്നു കോസ്, ഇപ്പുറത്ത് വരുമ്പോൾ -cos 2θ. ഓക്കെ, പിന്നെ ഇവിടെ ശ്രദ്ധിച്ച് നോക്കുക, ഈ ഇവിടെയുള്ള ആംഗിളിൻ്റെ പകുതിയാണ് ഇപ്പുറത്ത് എഴുതാൻ. 2θയുടെ പകുതിയാണ് തീറ്റ. അപ്പോൾ തീറ്റയാണ് ആംഗിൾ കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ പകുതി θ/2. ആൻസർ കിട്ടി. ഇപ്പോൾ 1ഉം സ്ക്വയർ ഇല്ലാത്ത കോസും അടുത്തടുത്ത് വന്നു, അതിൻ്റെ ഇടയ്ക്ക് മൈനസും വന്നു. സിമ്പിൾ അല്ലായിരുന്നോ? നോക്കിയേ, 1ഉം സ്ക്വയർ ഇല്ലാത്ത കോസും അടുത്തടുത്ത് വന്നു അല്ലേ? ഇനി അത് ഇവിടെ എവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് നോക്കാം. ഓക്കെ, നമുക്കിവിടെ 1 - cos θ അല്ലെങ്കിൽ 1 - cos x പകരം നമുക്ക് എന്തെഴുതാം? 1 - cos x പകരം നമുക്ക് ഇവിടെ എന്തെഴുതാം? 2 sin² θ/2 എന്ന് എഴുതാം, സിമ്പിളായിട്ട്. റെഡിയല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയ രണ്ട് കാര്യങ്ങൾ ഞാനിവിടെ ഒന്നുകൂടി എടുത്തെഴുതി വെച്ചു. എന്തൊക്കെയാണുള്ളത്? എടുത്തെഴുതി വെച്ചു. 1 - cos θ 1 - cos x-നും 1 + cos x-നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കണ്ടുപിടിച്ച് വെച്ചു. ഒരു സ്ഥലത്ത് 2 sin² വരും, മറ്റേ സ്ഥലത്ത് 2 cos² വരും. അപ്പം പിന്നെ ഈ രണ്ട് സംഗതികൾ നമ്മളിനി എന്ത് ചെയ്യണം? ഡിവിഷൻ ചെയ്യണം. അപ്പോൾ ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ 2 2 എന്തായി പോകും? വെട്ടിപ്പോയി. പിന്നെ സൈനിനെ കോസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് വരും? ടാൻ ആവും. പിന്നെ രണ്ട് സ്ഥലത്ത് സ്ക്വയർ ഉള്ളതുകൊണ്ട് ടാൻ സ്ക്വയർ. പിന്നെ ഇവിടെ θ/2 ടാൻ സ്ക്വയർ θ/2. പിന്നെ ആ കണ്ടുപിടിച്ചതിന് നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം? റൂട്ട് എടുക്കണം. റൂട്ട് എടുത്ത് കഴിയുമ്പോൾ എന്താവും? ഈ സ്ക്വയർ റൂട്ടും സ്ക്വയറും തമ്മിൽ എന്താവും? ക്യാൻസൽ ആവും. ഒന്ന് പറഞ്ഞേ, സ്ക്വയർ റൂട്ടും സ്ക്വയറും തമ്മിൽ ക്യാൻസൽ ആവും. അപ്പോൾ പിന്നെ ടാൻ θ/2 എന്ന് മാത്രം വരും. പിന്നെ നിങ്ങളുടെ പുറത്ത് ഇപ്പം എന്തും കൂടി ഉണ്ട്? ഒരു ടാൻ ഇൻവേഴ്സ് ഉണ്ടായിരുന്നു, കണ്ടില്ലേ? ക്വസ്റ്റ്യനിൽ സ്ക്വയർ റൂട്ടിന് പുറത്തുനിന്നുള്ള ഒരു ടാൻ ഇൻവേഴ്സ്. അപ്പോൾ ഈ ടാൻ ഇൻവേഴ്സും ടാനും തമ്മിൽ എന്തായിപ്പോയി? ക്യാൻസലായിപ്പോയി. ഇവിടെ θ/2 എന്നല്ല, ഇവിടെ x ഉപയോഗിച്ചാണ് കണക്ക് മൊത്തം ഉള്ളത്. അപ്പം ഞാനിവിടെ ഇടയ്ക്ക് തീറ്റ എന്നുള്ളത് അറിയാതെ തെറ്റായിട്ട് എഴുതിയതാണ്. എല്ലാ സ്ഥലത്തും വേരിയബിൾ x ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ
ടാൻ ഇൻവേഴ്സും ടാനും ക്യാൻസലായി x/2 എന്ന് വന്നു. x/2 ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ നമ്മളിവിടെ ആകെ പഠിക്കേണ്ട കാര്യം എന്തേ ഉള്ളൂ, നമ്മളിവിടെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി പഠിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ. cos 2θയുടെ 2 ഇക്വേഷൻ ഉണ്ട്. ഏതിലാണ്? കോസിലും ഇക്വേഷൻ ഉണ്ട്, സൈനിലും ഇക്വേഷൻ ഉണ്ട്. ഇനി കോസും 1ഉം അടുത്തടുത്ത് നിൽക്കണം. അപ്പോൾ -1 അപ്പുറത്ത് ചെല്ലുമ്പോൾ +1 ആവും. ഇത് കോസ്, ഇത് 1 തമ്മിൽ അടുത്തടുത്ത് വന്നു. ഓക്കെ, ഇത് 2θ ആകുമ്പോൾ അതിൻ്റെ പകുതി, തീറ്റ ആകുമ്പോൾ അതിൻ്റെയും പകുതി, θ/2 റെഡിയല്ലേ? cos θ + 1 സബ്സ്റ്റിറ്റ്യൂഷൻ റെഡിയായി. അപ്പോൾ ഇതൊരു വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലമാണ്. ഈ സാധനം തന്നെ നിങ്ങൾ ഒത്തിരി സ്ഥലത്ത് നിങ്ങൾ പഠിക്കുവാണെങ്കിൽ നിങ്ങൾ ഏറ്റവും ആദ്യം പഠിക്കേണ്ട ഇക്വേഷൻ cos 2θയുടെ ഇക്വേഷനാണ്. കാരണം ഇത് തന്നെയാണ് കൂടുതൽ സ്ഥലത്തും സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളിത് ഒരു സ്ഥലത്ത് ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി ചാപ്റ്ററിൽ ഉപയോഗിക്കാം. അപ്പം ഒരു തവണ പഠിക്കുന്ന കാരണം പല സ്ഥലത്ത് മാർക്ക് മേടിക്കാൻ പറ്റുന്ന ഇക്വേഷനാണ് ഈ cos 2θയുടെ ഇക്വേഷൻ. ഒറ്റ സ്ഥലത്ത് പഠിച്ചാൽ മതി, പല ചാപ്റ്ററിലായിട്ട് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് മാർക്ക് മേടിക്കാൻ പറ്റും. ശരി, ഓക്കെ.